ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷ് തന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കാതെ നന്ദൻ ധനുഷിനോട് പറഞ്ഞു, ഇനി എന്നെ വിളിക്കരുത്, എനിക്ക് ഇന്ന് നിന്നെ കാണാൻ ആഗ്രഹവുമില്ല, അതുകൊണ്ട് ഇനി ആരെയും വിട്ട് എന്നോട് കാണാനായി വരണമെന്ന് ഒരിക്കലും ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ആരെയും അങ്ങോട്ട് അയച്ചേക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നന്ദൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോ പെട്ടെന്ന് ധനുഷ് നന്ദേട്ട എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും നന്ദൻ പിന്തിരിഞ്ഞു നോക്കുമ്പോ ധനുഷ് വളരെ വിഷമത്തോടെ നന്ദനോട് പറഞ്ഞു, നന്ദേട്ടാ, മുമ്പ് ഇങ്ങനെ ഒരു വിളി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നിട്ടും അന്ന് ഞാൻ അങ്ങനെ വിളിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ വിളിക്കുന്നത് മറ്റൊരു കാര്യം പറയാൻ കൂടിയാണ്. എന്റെ പേർ ഇപ്പോ അർച്ചന മേഡം ചുമത്തിയിരിക്കുന്ന കുറെ കുറ്റങ്ങളുണ്ടല്ലോ. പക്ഷേ ആ കുറ്റങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തതല്ല സാർ. അതെല്ലാം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ പേര് മാറ്റിയത് അത് ഞാൻ ചെയ്തത് തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുമില്ല. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത ആ ഓഫീസിലെ ആ പെൺകുട്ടി മരണപ്പെട്ടതിന്റെ പിന്നിൽ ഞാനല്ല സാർ. അന്ന് അവർ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥ പ്രതിയെ തന്നെയാണ്. ഞാൻ അതിൽ നിരപരാധിയാണ് എന്നതാണ് സത്യം. പക്ഷേ അക്കാര്യം ഇപ്പൊ ആരോടും പറയാൻ എനിക്കാവുകയുമില്ലല്ലോ. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ. അത് മാത്രമല്ല സാർ, ഇപ്പോ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് നന്ദേട്ടാ. വേറൊന്നുമല്ല, എന്റെ മേൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തതല്ല എന്ന് പറയുന്നതോടൊപ്പം ഞാൻ നിരപരാധിയാണെന്ന് പൂർണ്ണമായും പറയുന്നുമില്ല. കാരണം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്റെ പേര് മാറ്റിയത് എന്നത് ശരി തന്നെ. ധനുഷ് എന്ന പേരിൽ ഞാൻ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതും അങ്ങനെ ഇവിടെ ജോലി തേടി വന്നതുമൊക്കെ എന്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് സാർ. അത് ഒന്ന് മനസ്സിലാക്കണം. വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ പേര് മാറ്റാനുള്ള കാരണം അന്ന് ആ ഓഫീസിലെ ആ പെൺകുട്ടി മരണപ്പെട്ടതിനെ ചൊല്ലി എന്റെ മേൽ പല സംശയങ്ങളും ഉണ്ടായി. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ എന്റെ ജോലിക്ക് വേണ്ടി ഞാൻ പലയിടങ്ങളിലും കയറി ഇറങ്ങി. പക്ഷേ ആരും തന്നെ എനിക്ക് ഒരു നല്ല ജോലി നൽകാൻ തയ്യാറായില്ല. അന്ന് വലിയ വാർത്തയായതുകൊണ്ട് തന്നെ എന്റെ ഈ പേര് ഷാഹിർ മുഹമ്മദ് എന്നുള്ള എന്റെ പേര് അത് എന്റെ കരിയറിൽ എനിക്ക് വലിയൊരു വിനയായി തീരുന്നെന്ന് മനസ്സിലാക്കി. അപ്പോ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ പേര് മാറ്റാൻ തീരുമാനിച്ചത്. ധനുഷ് എന്ന പേര് മാറ്റി ആ പേരിൽ ഞാൻ ജോലിക്കായി അന്വേഷിച്ചു നടന്നതും ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചതും ഒക്കെ അങ്ങനെയാണ്. അത് മറ്റു വേറൊന്നും കൊണ്ടല്ല. എന്റെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് എന്റെ അപ്പോഴത്തെ അവസ്ഥയും അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ധനുഷ് എന്നുള്ള ആ പേര് അങ്ങനെ മാറ്റാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങിയെങ്കിലും അതിനെ ചൊല്ലിയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് എന്നെ എന്റെ മതത്തിൽ നിന്ന് പള്ളിക്കാരും എന്റെ വീട്ടുകാരും എല്ലാം എന്നെ കൈയൊഴിഞ്ഞു. അതോടെ എനിക്ക് പിന്നെ നിലനിൽപ്പില്ലാതായി. അവസാനം എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു മുസ്ലിം പേര് തന്നെ സ്വീകരിക്കാൻ തയ്യാറാകാതെ എന്നെ അതിൽ നിന്ന് എല്ലാവരും ആ കുടുംബത്തിൽ നിന്ന് ആ സൊസൈറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കിയത് കൊണ്ട് ഞാൻ ആ പേര് സ്വീകരിച്ചില്ല. മറിച്ച് ധനുഷ് എന്നുള്ളൊരു പേര് എടുക്കാനുള്ള കാരണം അതുതന്നെയായിരുന്നു. പിന്നെ ഞാൻ അച്ഛനമ്മമാരെ വ്യാജരായിട്ടുള്ള അച്ഛനമ്മമാരെ കൊണ്ടുവന്നത് സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സാറിന് കുഞ്ഞുനാളിൽ അമ്മയെ നഷ്ടമായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അതുപോലെ തന്നെയായിരുന്നു. 6-ാം വയസ്സിൽ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടമായി. പിന്നെ ഒരു അനാഥാലയത്തിൽ, അതും പള്ളിയുടെ അനാഥാലയത്തിൽ വളർന്നതാണ് പിന്നെ ഞാൻ. അന്ന് 6-ാം വയസ്സിൽ എന്റെ അമ്മയെ എനിക്ക് നഷ്ടമായപ്പോ ആ പിഞ്ച് മനസ്സ് എത്രത്തോളം വേദനിച്ചുവെന്ന് സാറിന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അന്ന് അതേ പ്രായത്തിൽ തന്നെ എന്റെ അച്ഛനെയും എനിക്ക് നഷ്ടമായി. പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് സ്നേഹ കടന്നു വന്നത്. സ്നേഹയെ ഞാൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. സ്നേഹയ്ക്ക് വേണ്ടിയാണ് സർ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഇവിടെ അഭിനയിക്കാനായി ഒരു അച്ഛനെയും അമ്മയും ഒക്കെ പണം കൊടുത്ത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവനം എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കരുതലും സ്നേഹവും ഒക്കെ സാറിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ കാണാനിടയായി. അവിടെ എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെയായി പല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ കുടുംബം എനിക്ക് കിട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ അതെനിക്ക് നഷ്ടമാകരുത് എന്ന എന്റെ വലിയൊരു അത്യാഗ്രഹമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അതിനേക്കാൾ ഉപരി സ്നേഹയോടുള്ള എന്റെ സ്നേഹ കൂടുതലും. ഞാൻ പലപ്പോഴും സ്നേഹയോടെങ്കിലും സത്യങ്ങൾ പറയാനായിട്ട് തയ്യാറെടുത്ത് മുന്നിൽ ചെന്ന് നിന്നതായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ടും പലപ്പോഴും അതിന് തയ്യാറെടുത്ത് ചെന്നിട്ടും അത് പറയാതെ ഞാൻ തിരികെ പോകുന്നത് സ്നേഹയുടെ ആ
എന്നോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും എനിക്ക് നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ടായിരുന്നു. ആ വീട്ടിലുള്ളവരോടൊക്കെയുള്ള എന്റെ സ്നേഹ കൂടുതൽ കൊണ്ടും. പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് അവിടെ വെച്ച്, ആ മണ്ഡപത്തിൽ വെച്ച്, ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത. അർച്ചന മേഡം ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ, എന്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോ, അപ്പോ ആ വാക്കുകൾ കേട്ട് ഞാൻ അച്ഛന് തുല്യം സ്നേഹിച്ച സേതു സാറും ഞാൻ ഏട്ടനെ പോലെ കണ്ട നന്ദേട്ടനുമൊക്കെ എന്നെ തെറ്റിദ്ധരിച്ച് എന്നെ ശകാരിച്ചതും തല്ലിയപ്പോഴുമൊക്കെ ഞാൻ ആകെ ഞെട്ടിത്തെറിച്ച് ആകെ പാനിക്കായി നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ആ നിമിഷമൊന്നും എനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയത്. ഇനി ചിലപ്പോ ഞാൻ ഈ ശിക്ഷയെല്ലാം അനുഭവിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോ എന്നെങ്കിലും എല്ലാ സത്യങ്ങളും നന്ദേട്ടൻ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നന്ദേട്ടനോട് ഇക്കാര്യം പറയാനായിട്ട്, എന്റെ സുഹൃത്തിനുള്ള നന്ദേട്ടനോട് ഇങ്ങോട്ട് വരാനായി പറഞ്ഞയച്ചത്. സ്നേഹയോട് വേണമെങ്കിൽ എനിക്കിതെല്ലാം പറയാം, പക്ഷേ സ്നേഹയെക്കാളൊക്കെ ഉപരി എന്നെ മനസ്സിലാക്കേണ്ടതും എന്റെ ഭാഗത്തെ ന്യായം എന്തെന്നറിയേണ്ടതും നന്ദേട്ടനാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്നും എന്റെ മനസ്സിൽ നന്ദേട്ടനോടുള്ള സ്നേഹവും വിശ്വാസവും അതുപോലെയാണ്. അതുകൊണ്ട് ഒരേട്ടനെ പോലെ എന്നെ സ്നേഹിച്ച് എന്നെ ചേർത്ത് നിർത്തിയ നന്ദേട്ടനെങ്കിലും സത്യം അറിയണം. ഇതിനൊക്കെയുള്ള ശിക്ഷ അനുഭവിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോ അന്ന് എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നന്ദേട്ടനോട് പറയുന്നത്. പിന്നെ ആ മിന്നൽ ബിജുവിനെ എനിക്കറിയാമെന്നുള്ള കാര്യം, മിന്നൽ ബിജുവിനെ ഞാൻ മുമ്പ് കണ്ടു പരിചയപ്പെട്ടത് അന്ന് ആ കേസിനെ സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിൽ ആ കേസിന്റെ ഭാഗമായി ഞാൻ വന്നപ്പോഴാണ്. അങ്ങനെയാണ് മിന്നൽ ബിജുമായിട്ടുള്ള എന്റെ പരിചയം. പിന്നെ അയാളുടെ കുട്ടിക്ക് എന്തോ അസുഖമാണെന്നും ഹോസ്പിറ്റൽ ചെലവിനായിട്ട് പണം വേണമെന്നും ആവശ്യപ്പെട്ടപ്പോഴാണ് അയാൾക്ക് പണം കൊടുക്കാനായി ഞാൻ അവിടേക്ക് പോയത്. അല്ലാതെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സച്ചി സാറിനെ അന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അന്ന് ആ പണം കൊടുക്കുമ്പോ അർച്ചന മേഡത്തിന്റെ ആളുകൾ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം ഷൂട്ട് ചെയ്തിരുന്നുവെന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയതാണ് സാർ. ഇതെല്ലാം അർച്ചന മേഡത്തിന്റെയും സച്ചി സാറിന്റെയും ഒക്കെ ഒരു ഡ്രാമയായിരുന്നു. ഇതെല്ലാം തന്നെ കളക്ടറും എല്ലാവരും ഉൾപ്പെട്ട് നടത്തിയ ഒരു ഡ്രാമ. ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് നടപ്പിലാക്കാനായിട്ട് സച്ചി സാറിനെ കാണാതായപ്പോഴും ആ വിവാഹം മാറ്റിവെച്ചില്ല. പിന്നീട് ഇങ്ങനെ ഒരു ഡ്രാമ കൂടി അവർ കളിച്ചു. അതിന്റെ ഫലമായിട്ട് വിവാഹവും മുടങ്ങി. അതായിരുന്നു അവരുടെ ആവശ്യം. എന്നെ പോലെ ഒരാളെ ആ കുടുംബത്തിലേക്ക് ആരും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതാണ് സത്യം. സത്യത്തിൽ ഞാൻ ആ നിമിഷം ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നപ്പോ, എന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോ ഒരു നിമിഷം ഞാൻ എല്ലാവരുമുള്ള എത്രയോ ബന്ധുക്കൾ എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ച് അത്രത്തോളം സന്തോഷത്തിൽ നിൽക്കുമ്പോ പെട്ടെന്ന് എന്റെ മേൽ ഇത്രയേറെ കുറ്റാരോപണങ്ങൾ വന്നപ്പോ ഒന്നും പ്രതികരിക്കാനാകാതെ എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർന്നടിഞ്ഞതിന്റെ ആ ഞെട്ടലിലായിരുന്നു ഞാൻ അവിടെ നിന്നത്. അതുകൊണ്ടാണ് അപ്പോഴൊന്നും എനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയത്. ഇനി ഇക്കാര്യം നന്ദേട്ടനോടെങ്കിലും എനിക്ക് തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം. ഇത് നന്ദന്റെ മുന്നിൽ ധനുഷ് വെറുതെ നടത്തുന്ന ഒരു ഏറ്റുപറച്ചിലല്ല. ഞാൻ എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യസന്ധമായി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഒരാളെങ്കിലും ഇതെല്ലാം അറിയണമെന്ന് കരുതി, അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് ധനുഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദനോട് തന്റെ ഭാഗത്തെ ന്യായം വിശദീകരിക്കും വണ്ണം പറയുന്നു. എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നന്ദൻ അങ്ങനെ നിൽക്കുമ്പോ ധനുഷ് നന്ദന്റെ മുന്നിൽ മറ്റൊരു അഭിനയം കാഴ്ചവെച്ച് വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ധനുഷിന്റെ മുന്നിൽ നിന്ന് നന്ദൻ നടന്നു നീങ്ങുമ്പോ താൻ ഒരു വിജയിയായതിന്റെ അഹങ്കാരത്തിൽ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ ആതിരയുടെ കുഞ്ഞ് വല്ലാതെ കരച്ചിൽ നിർത്താതെ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയും നിർത്താതെ കുഞ്ഞ് കരയുകയും ചെയ്യുന്നത് കണ്ട് മീരയെടുത്തി കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും കഴിയുന്നില്ല. അവസാനം മീരയെടുത്തി ആതിരയോട് പറഞ്ഞു, എന്തായാലും ഡോക്ടറെ ഒന്ന് വിവരം അറിയിക്കാം. ഇത്രയും നേരമായിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ, എന്താണെന്നറിയില്ലല്ലോ, കുഞ്ഞിനെ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് മീര ഡോക്ടറെ വിളിക്കാനായി പോകാൻ തുടങ്ങി. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, മീരെ, നീ കുഞ്ഞിനെ പിടിച്ചു, ഞാൻ വേഗം പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാനായി തയ്യാറെടുത്തു. അങ്ങനെ ഡോക്ടറെ വിളിക്കാനായി മീരയെടുത്തിയുടെ അരികിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്ന നേരത്ത് കമലമ്മ അവിടെ നിന്ന് പോകുമ്പോ
ഡോക്ടർ കൃത്യമായി തന്നെ കുഞ്ഞിന്റെ വിവരം അറിയാനായി വേഗം അവിടേക്ക് എത്തി. ഡോക്ടർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞതും കുഞ്ഞിന് ബ്രീത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് അറിയിച്ചു. അതുകൊണ്ട് ഇൻക്യുബേറ്ററിൽ ഒരു 3-4 മണിക്കൂർ ഇരിക്കട്ടെ, അപ്പോഴേക്കും കുട്ടിയുടെ പ്രശ്നമൊക്കെ നോർമൽ ആകുമെന്ന് അറിയിച്ചു. അങ്ങനെ ഡോക്ടറും നേഴ്സും കൂടി കുഞ്ഞുമായി അവിടുന്ന് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റാനായി കൊണ്ടുപോകുന്നു. ആ സമയം അതെല്ലാം കൃത്യമായി കണ്ടുനിന്ന നിത്യ നേരെ ശിവരാമന്റെ അരികിലേക്ക് എത്തി. ശിവരാമന്റെ റൂമിലേക്ക് വന്ന് നിത്യ പറഞ്ഞു, അതെ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലേ, കുഞ്ഞിന് ബ്രീത്ത് ഇഷ്യൂ കാണും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു 4 മണിക്കൂറെങ്കിലും കുഞ്ഞിനെ അവിടെ കിടത്തേണ്ടി വരുമെന്ന് നിത്യ അറിയിച്ചു. ശിവരാമന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്ത ശിവരാമന്റെ ഭാര്യ ഇതൊന്നും അറിയാതെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ ശിവരാമന് നിത്യയുടെ സംസാരം കേട്ടതും കാര്യങ്ങൾ മനസ്സിലായി. ശരിയെന്ന് പറഞ്ഞ് ശിവരാമൻ തലകുലുക്കുകയും തന്റെ കുഞ്ഞിന് ഒരു ഉമ്മ കൊടുത്ത് ശിവരാമൻ ആ കുഞ്ഞിനെ നിത്യയെ സിസ്റ്റർക്ക് കൈമാറുന്നു. അതിനുശേഷം വളരെ വിഷമത്തോടെ അയാൾ തല ഉരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആതിരയുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇൻക്യുബേറ്ററിൽ ആ ബെഡിൽ കിടത്തി കഴിയുമ്പോൾ സിസ്റ്റർ കുഞ്ഞിനെ കാവലായിട്ടിരുന്നു. അപ്പോഴാണ് നിത്യ ശിവരാമന്റെ കുഞ്ഞുമായി അവിടേക്ക് എത്തിയത്. ഉടനെ അവിടെ ഇരുന്ന സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ പൊക്കോ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞ് ആ സിസ്റ്റർ അവിടെ നിന്ന് മടങ്ങി. സിസ്റ്റർ പോയ തക്കത്തിന് നിത്യ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോഴാണ് ആതിര ആകെ ടെൻഷനോടെ ഇരിക്കുന്നത്. ദയാനന്ദ മാഷും സന്ദീപും വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോ ആതിരയുടെ അരികിലെത്തിയ സന്ദീപ് കുഞ്ഞെവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കുഞ്ഞ് കരച്ചിൽ നിർത്താതിരുന്നത് കൊണ്ട് ഡോക്ടറെ വിളിച്ചുവെന്നും ഡോക്ടർ ഇൻക്യുബേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റിയെന്നും ഒന്ന് ചെന്ന് നോക്ക് സന്ദീപെ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് സന്ദീപിനോട് കുഞ്ഞിനെ നോക്കാനായി പറഞ്ഞയക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നിത്യ കുഞ്ഞുങ്ങളെ മാറ്റുന്നതിന് വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ടാഗുകൾ പരസ്പരം ഊരി മാറ്റിവെക്കണം. അതിനുശേഷം കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാറ്റി അവരെ നേരത്തെ കിടത്തിയിരുന്ന ആ ബെഡിലേക്ക് മാറ്റിക്കിടത്തി. അങ്ങനെ രണ്ടുപേരെയും പരസ്പരം മാറ്റിക്കിടത്തിയതിനു ശേഷം കുട്ടികളെ ആരും തിരിച്ചറിയാത്ത വിധത്തിൽ അവരുടെ ആ ടർക്കിക്കുള്ളിൽ പൊതിഞ്ഞ് അതേപടി കിടത്തുന്ന നേരത്താണ് അവിടേക്ക് സന്ദീപ് എത്തിയത്. സിസ്റ്ററെ എന്ന് വിളിച്ചതും ഞെട്ടലോടെ നിത്യ തിരിഞ്ഞു നോക്കി. സിസ്റ്ററെ, എത്ര മണിക്കൂർ കുഞ്ഞിനൂടെ കിടത്തേണ്ടി വരും എന്ന് ചോദിച്ചതും 3-4 മണിക്കൂർ കിടത്തേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇവിടെ വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞതും സോറി എന്ന് പറഞ്ഞ് സന്ദീപ് വേഗം അവിടെ നിന്ന് ഇറങ്ങി. സന്ദീപ് പോയി കഴിയുമ്പോഴേക്കും നിത്യ ആകെ ടെൻഷനോടെ പ്രാർത്ഥനയോടെ താൻ ചെയ്ത തെറ്റ് ആരും കണ്ടില്ലല്ലോ എന്ന ആശ്വാസങ്ങൾ നിൽക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കിയ ഇക്കാര്യം ഒരു സ്വപ്നത്തിൽ എന്നോണം അർച്ചനയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അർച്ചന ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ആകെ ടെൻഷനോടെ അർച്ചന വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന സച്ചി അർച്ചനയോട് ചോദിച്ചു, എന്താടോ, എന്ത് പറ്റി? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞതും, എടോ, താൻ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിങ്ങനെ കിടന്നിട്ടാ ഓരോ സ്വപ്നങ്ങൾ കാണുന്നത്, താൻ ടെൻഷൻ ആവാതെ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഞാൻ ആതിരയെ ഒന്ന് വിളിക്കട്ടെ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടോ, ഈ രാത്രിയിൽ ആതിരയെ വിളിച്ച് വെറുതെ താൻ ടെൻഷൻ ആക്കുന്നത് എന്തിനാ? താൻ ഒരു സ്വപ്നം കണ്ടതല്ലേ, സാരമില്ല, നാളെ രാവിലെ തന്നെ നമുക്ക് കുഞ്ഞിനെ കാണാൻ പോകാം, താൻ സമാധാനത്തോടെ കിടക്ക് എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി. എന്നിട്ടും അർച്ചന ആകെ ടെൻഷനോടെ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയുടെ വാക്കുകൾ കേട്ട് സമാധാനപ്പെടാനാകാതെ അർച്ചന ആകെ ടെൻഷനോടെ സച്ചിയെ നോക്കുന്നു.